നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം സംസരസ്വതീ നമഃ. ഓം നമഃ ശിവായ ശിവായേ നമോ. ഓം വാണീദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം. വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ച പ്രിയേ. വാണീ ദോഷമശേഷമാശു കളഞ്ഞെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാമന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. സുഹൃത്തുക്കളായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും കളരി സ്പന്ദനത്തിൻ്റെ നാരായണീയ ജ്ഞാനയജ്ഞത്തിലേക്ക് വിനീതമായ സ്വാഗതം. എൻ്റെ പേര് മനോജ് നമ്പൂതിരി. പന്തളത്തിനടുത്ത് കുരമ്പാലയാണ് എൻ്റെ സ്വദേശം. ഞാൻ ഒരു ക്ഷേത്രത്തിൽ പൂജ കഴിക്കുകയാണ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ. ഈ ഒരു നല്ല യജ്ഞത്തിൻ്റെ ഭാഗമായി മാറുവാനും അതിലൂടെ ആധ്യാത്മിക ചിന്തകളിൽ ഉന്നതമായ സ്ഥാനത്തിൽ നിൽക്കുന്ന നാരായണീയ എന്ന ഉത്തമമായിരിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ ഒരു ദശകം എന്നാൽ അറിയുന്ന അറിവുകൾ കൊണ്ട് അത് സജ്ജനങ്ങൾക്ക് സമർപ്പിക്കുവാനായിട്ടൊരവസരം നൽകിയതിന് ഈ ഗ്രൂപ്പിലെ എല്ലാ അതിൻ്റെ ഭാരവാഹികൾക്കും വളരെയധികം നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇത് കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന സജ്ജനങ്ങളായിരിക്കുന്ന ഭഗവാന്റെ ഉത്തമ യജമാനന്മാർക്ക് വിനീതമായ നമസ്കാരവും ഒപ്പം നന്ദിയും അറിയിക്കുക. നാരായണീയത്തിൻ്റെ ഓരോ ദശകങ്ങളും പാരായണവും ഒപ്പം പ്രഭാഷണവും ഈ ഗ്രൂപ്പിലൂടെ നടക്കപ്പെടുമ്പോൾ ലോകത്തെമ്പാടുമുള്ള അനവധി സജ്ജനങ്ങൾക്ക് അതൊരു വലിയ ശാരീരികവും മാനസികവുമായിരിക്കുന്ന ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ജഗദീശ്വരൻ നാൾക്ക് നാൾ മഹത് യജ്ഞങ്ങൾ നടത്തുവാൻ ഈ ഗ്രൂപ്പിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും ജഗദീശ്വരൻ നല്ലവരായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന ഒരു നല്ല ദിവസമായി മാറട്ടെ ഇന്ന് എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നാരായണീയത്തിലെ 39ാമത്തെ ദശകത്തിലേക്ക് നമുക്ക് ചിന്തിക്കപ്പെടാം. 39ാമത് ദശകമാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗോകുല യാത്രാവർണ്ണനം എന്ന് പറയുന്ന ഒരു ഭാഗത്തോടൊപ്പം തന്നെ യോഗമായ പ്രാദുർഭാവം എന്ന ഒരു ചിന്ത കൂടി ഈ ഒരു ദശകത്തിന് ഉണ്ട്. നാരായണീയ പാരായണം ഇതിനകത്തിലുണ്ട്. ഒപ്പം അതുകൊണ്ട് പാരായണത്തിലേക്ക് കടക്കുന്നില്ല, മറിച്ച് ഇതിൻ്റെ ഒരു ത്വാത്വികമായിരിക്കുന്ന തലങ്ങളെ ദർശിക്കപ്പെടുകയാണ് നമുക്ക് ഇതിലൂടെ നമ്മൾ അറിയുന്നത്, മനസ്സിലാക്കുന്നത്. 39ാമത് ദശകത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഈ നാരായണീയം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെയധികം ശ്രേഷ്ഠതമമായിരിക്കുന്ന ഒരു ഉത്തമ ഗ്രന്ഥമായി മാറിയത്. ഭഗവാനോട് ഭക്തനു പറയുവാനുള്ള സകലമായിരിക്കുന്ന കാര്യങ്ങൾ എത്ര ഭംഗിയായിട്ടും മംഗളകരമായിട്ടും പറയാൻ സാധ്യമാകുന്നുവെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ്. ഭഗവാനോട് തൻ്റെ പ്രയാസങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി ഭഗവാനെ കൊണ്ട് തൻ്റെ പ്രയാസങ്ങളെ മനസ്സിലാക്കിക്കുവാൻ ഇവിടെ പരിശ്രമിക്കുകയാണ് നാരായണീയത്തിലൂടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ശ്രമിക്കപ്പെടുന്നത്. ഭഗവാന് തനിക്ക് അനുഗ്രഹം നൽകണമെങ്കിൽ
ഭഗവാൻ ഒരു നിസ്സാരക്കാരനല്ല എന്ന് ഭഗവാന് തന്നെ ബോധ്യപ്പെടുന്നു എന്ന് തനിക്ക് മനസ്സിലാക്കണം ആദ്യം. വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ഭഗവാന് ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അത് ഭഗവാനെ വിശ്വസിക്കുന്ന ഓരോ ഭക്തജനങ്ങൾക്കും ആ വിശ്വാസത്തെ ബലപ്പെടുത്തുകയും കൂടി ചെയ്യണം. അതിന് ഭഗവാനെ സ്തുതിക്കപ്പെടുകയാണ്. ഭഗവാൻ എത്ര കണ്ടും മഹനീയവുമായിരിക്കുന്ന ആളാണ് എന്ന്, എനിക്ക് ഉത്തമമായിരിക്കുന്ന ബോധ്യമുണ്ട് എന്ന് എനിക്ക് തന്നെ ആദ്യം മനസ്സിലാകണം. പറയില്ല, ഉദ്ധരേതാത്മനാത്മാനം, അവനവനെ അവനവൻ ഉദ്ധരിക്കണം. അപ്പോൾ അവനവൻ ഉദ്ധരിക്കണമെങ്കിൽ അവനവന് തന്നെ ഒരു ബോധ്യമുണ്ടാകണം, ഇത് എന്താണ്, എങ്ങനെയാണ്, എത്രമാത്രമാണ് എന്ന്. അപ്പം ഈ ഒരു ദശകത്തിൽ കൂടി പറയപ്പെടുന്നതും ഇതിൻ്റെ ഒരു സാമാന്യമായിരിക്കുന്ന ധാരണ എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ കൃഷ്ണാവതാരത്തിന് ശേഷമുള്ള ഒരു വലിയ ഭാഗമാണ്. കൃഷ്ണാവതാരം എന്ന് പറയുന്നത് എല്ലാ ഭാഗങ്ങളിലും അവതാരങ്ങൾ ഭഗവാന്റെ ഉണ്ടാകും. ഈശ്വരനിൽ നിന്ന് അഥവാ നശിക്കാത്ത തലത്തിൽ നിൽക്കുന്ന ഒരു ചൈതന്യം, പരബ്രഹ്മം എന്ന് പറയുന്ന ചൈതന്യത്തിന്റെ ഭാഗമായിരിക്കുന്ന മഹാവിഷ്ണു ഒരു ഭഗവാനായി മാറപ്പെടുമ്പോഴുണ്ടാകുന്ന സവിശേഷതകൾ, ഈ ലോകത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇത് ഈ പ്രകൃതിയിൽ ഉണ്ടാകുന്നത് തന്നെ നമ്മളുടെ ഉള്ളിലും ഉണ്ടാകുന്നതാണ്. ഭഗവാൻ അവതരിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ, ഭഗവാൻ അവതരിക്കുന്നത് ഭഗവാന് വേണ്ടിയിട്ടല്ല. ഭഗവാൻ അവതരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് അവതരിക്കുന്ന ഭഗവാനെ നാം എത്ര കണ്ട് പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊള്ളണമെന്ന് പറയപ്പെടുന്നതോടൊപ്പം തന്നെ ഈശ്വരീയമായിരിക്കുന്ന സങ്കല്പങ്ങളിൽ ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ശക്തി കൂടി ഉണ്ടായിട്ടാണ് അത് ചൈതന്യവത്താകുന്നത് എന്നുള്ളതാണ്. ഈ ലോകത്ത് എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത, ഈ പ്രായോഗിക ജീവിത കാലഘട്ടത്തിൽ അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ് ഈ ഒരു ദശകത്തിലൂടെ. അത് ഈ കാലത്ത് ആവശ്യമാണ് എങ്കിൽ കൂടിയും അത് മുൻപേ അത് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി ഋഷീശ്വര തുല്യനായിരിക്കുന്ന മേൽപ്പത്തൂർ നമ്മളോട് പറഞ്ഞു തരികയും അതുപോലെ തന്നെയാണ്. ഒരു പെൺകുഞ്ഞിൻ്റെ പ്രാധാന്യം എത്ര കണ്ടുണ്ട് എന്ന് നമുക്ക് ഇവിടെ പറഞ്ഞു തരികയും കൂടിയിട്ടാണ് ഈ 39-ാമത്തെ ദശകത്തിൽ. അതിൽ 1-ാമത്തെ ദശകത്തിൽ തന്നെ ഭഗവാൻ, അതായത് ഈ ഒരു ചൈതന്യവത്തായിരിക്കുന്ന ഭഗവാനെ, ആ കാരാഗ്രഹത്തിൽ തൻ്റെ മകനായി പിറന്നിരിക്കുന്ന ഭഗവാൻ ഉണ്ണികൃഷ്ണനെ എങ്ങനെയാണ് ഇതിൽ നിന്നും ഈ കുട്ടിയെ എങ്ങനെയാണ് രക്ഷപ്പെടുത്തേണ്ടത്? കാരണം മറ്റുള്ള സമയങ്ങളിലെല്ലാം ദേവകീദേവി ഗർഭസ്ഥയായിരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചൈതന്യത്തെക്കാൾ വലിയ ചൈതന്യമാണ് ഈ 8-ാമത്തെ ഗർഭം ധരിക്കപ്പെടുമ്പോൾ ദേവകീദേവിക്ക് ഉണ്ടാകുന്നതെന്ന് വസുദേവർക്ക് മനസ്സിലായി. പണ്ട് കാലത്ത് അമ്മമാർ പറയും, ചില അമ്മമാർ ഗർഭിണികളാകുമ്പോൾ അവരുടെ മുഖം കണ്ടുകൊണ്ട്, ഇന്നത്തെ കാലത്ത് അതൊരു വലിയ തെറ്റാണ്, അതായത് ലിംഗനിർണ്ണയം എന്ന് പറയുന്നത് തെറ്റാണ്. പക്ഷെ എങ്കിൽ പോലും പണ്ട് കാലത്ത് നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞിരുന്നു, മുഖം കണ്ടുകൊണ്ട് ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പറയുമായിരുന്നു. അപ്പം മധുരയിലുള്ള കാരാഗ്രഹത്തിലുള്ളവരൊക്കെ ആ മുഖം കണ്ടിട്ട് പറയും, ഇതൊരു ആൺകുട്ടി തന്നെയാണ്. ആ മുഖത്തെ പ്രസാദത്തെയും അല്ലെങ്കിൽ ആ മുഖത്തെ വൈഭവത്തെയും ചൈതന്യത്തെയും കാണുമ്പോൾ ഇത് ഇനി വരുവാൻ പോകുന്ന കുട്ടി ഒരു സാധാരണ കുട്ടിയല്ല, ഒരു സാധാരണ ചൈതന്യത്തിന് അപ്പുറമുള്ള ഒരു സത്യമാണ് എന്ന് പറയും. അപ്പം ഈ സങ്കല്പങ്ങളെല്ലാം ആ മധുരയിലെ ഒരു പറ്റം ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്ന ഒരു വലിയ നിമിഷമാണ്. അനവധി ഭക്തജനങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കപ്പെട്ടാൽ ഒരു വലിയ സത്യം അവിടെ സംഭവിക്കപ്പെടും, അല്ലെങ്കിൽ ഒരു വലിയ മാറ്റം സംഭവിക്കപ്പെടുമെന്ന് ആ മധുരയിലെ ജനങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് ഇത് സംഭവിക്കപ്പെടാം. കാരണം ഭഗവാന്റെ ജനനം എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം അല്ലെങ്കിൽ ഭഗവാന്റെ മാത്രം ആവശ്യമല്ല, ഈ ലോകത്തുള്ള സകല ജനങ്ങളുടെയും ആവശ്യമാണ് എന്ന് ഇവിടെ ബോധ്യപ്പെടുത്തുകയും കൂടി ചെയ്യുകയാണ്. അപ്പം 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഭഗവാൻ ഉണ്ണികൃഷ്ണനെയും കൊണ്ട് ആ വസുദേവർ എന്ത് ചെയ്തു, ഈ കുട്ടിയെ ഒരു വലിയ ഒരു കൊട്ടയിലാക്കി അതിലേക്ക് ഉണ്ടായിരുന്ന തുണികളൊക്കെ എടുത്തു വെച്ച് അതിലേക്ക് ഭഗവാൻ ഒരു മെത്ത പോലെ ഉണ്ടാക്കി ആ ഭഗവാനെ അതിലേക്ക് കിടത്തിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്.
അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ കാരാഗൃഹത്തിൻ്റെ ആ വാതിലുകളൊക്കെ ഇങ്ങനെ താനേ തുറക്കപ്പെടുന്നു. അങ്ങനെ താനേ തുറക്കപ്പെടുന്ന ആ കാരാഗൃഹ വാതിലിലൂടെ ആ വസുദേവര് പുറത്തേക്കിറങ്ങി. പുറത്തേക്കിറങ്ങി ഇങ്ങനെ നടന്ന് ആ കൊട്ടാരത്തിലെ ഓരോ വഴികൾ കൂടി സഞ്ചരിച്ച് അദ്ദേഹം പുറത്തേക്കിറങ്ങിയിട്ട് പിന്നെ ചെന്ന് നിൽക്കുന്നത്, കാരണം ഭഗവാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ആ ദേവകീദേവിയുടെ മകനായി പിറന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആ വസുദേവരോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇങ്ങനെ നന്ദഗോപരുടെ അടുക്കൽ കൊണ്ടുപോയി കിടത്തണം. അവിടെ യശോദാദേവി ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ അടുക്കൽ എന്നെ കൊണ്ടുപോയി കിടത്തിയിട്ട് അവിടെ നിന്നും ആ പെൺകുട്ടിയെയും കൊണ്ട് തിരികെ ഇവിടെ കൊണ്ടുവെക്കണം. അപ്പോൾ ഒരു വലിയ ഭഗവാന്റെ നിർദ്ദേശത്തെ അത് പ്രാവർത്തികമാകാനായിട്ട് നിസ്സംശയം പുറത്തേക്കിറങ്ങുന്ന ഒരു വസുദേവരുടെ ആ ധൈര്യത്തെയാണ്. കാരണം കംസന്റെ കാരാഗ്രഹം എന്ന് പറയുന്നതും അതിനേക്കാൾ ഉപരി കംസൻ എത്രമാത്രം ഭയക്കപ്പെടുന്ന ഒരു സമയത്താണ് ഇങ്ങനെയുള്ളത്. അപ്പം അതിൻ്റെ സുരക്ഷിതത്വമൊക്കെ വളരെ കൂടുതലായിരിക്കും. ആ ഒരു സമയത്തേക്ക് അനവധി ഭടന്മാരെ കൂടുതൽ നിയോഗിക്കപ്പെട്ടതാണ്. ഒരുപാട് ശ്രദ്ധ കൂടുതലുണ്ടായ സമയമാണ്. അപ്പോൾ ഈ സമയത്ത് വസുദേവർ എന്ത് ചെയ്തു? കുട്ടിയെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ആ കൊട്ടാരത്തിന് വെളിയിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം കാണുന്നത് ആ കാളന്തി നദിയാണ്. ആ കാളന്തി നദിയിലെ പ്രവാഹം കാണുമ്പോൾ തന്നെ വസുദേവരുടെ മനസ്സിലൊരു അങ്കലാപ്പാണ്. കാരണം എന്താണ്? ഈ വലിയ ഒഴുക്കുള്ള ഈ നദി കടന്ന് താൻ എങ്ങനെയാണ് ആ കുട്ടി അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്? അപ്പം തന്നെ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് മനസ്സിൽ പ്രയാസപ്പെടുമ്പോൾ തന്നെ ആ മനസ്സ് തന്നെ അതിന് ഉത്തരം നൽകുകയാണ്, നീ ധൈര്യമായി പോകൂ. കാരണം എന്താ? തന്നോട് പറഞ്ഞിട്ടുണ്ട്, ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുപോയി കൊഴിച്ചുകൊള്ളൂ. അപ്പോൾ നിന്റെ മുമ്പിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെയെല്ലാം അത് കൃത്യമായിട്ട് അത് മാറിക്കപ്പെടും, അതെല്ലാം മാറിക്കോളും. അത് ആ ഒരു വലിയ ധൈര്യത്തെ അവിടെ ഭഗവാൻ അവിടെ വസുദേവർക്ക് കൊടുത്തത് കൊണ്ട് വസുദേവർ എന്ത് ചെയ്തു? ആ കുട്ടിയെയും കൊണ്ട് ആ കാളന്തി നദിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേക്കും എന്താ, ആ കാളന്തി നദി ഇങ്ങനെ രണ്ടായിട്ട് മാറുകയാണ്. ആ കാളന്തി നദി ഇങ്ങനെ രണ്ടായിട്ട് മാറപ്പെടുന്ന സമയത്ത് വസുദേവരുടെ മനസ്സിൽ തോന്നുന്നുണ്ട്, നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമ്മുടെ മുഖത്ത് ഭയമുണ്ടാകുന്നില്ലെങ്കിലും നമ്മുടെ മനസ്സ് പറയും ഇല്ലേ, ഓരോ കാര്യങ്ങൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങേ അറ്റത്ത്, ഒരു മനസ്സിൻ്റെ അറ്റത്ത് നമുക്ക് തോന്നും ഒരു ചെറിയ ഭയം ഉണ്ടാകുന്നത് പോലെ ആ വസുദേവരുടെ മനസ്സിലുണ്ടാകും. ഈ കാളന്തി നദി ഇങ്ങനെ കാളന്തിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ ആ സമയത്തുണ്ട് കാളന്തി നദി ഇങ്ങനെ രണ്ടായിട്ട് അങ്ങോട്ട് മാറി. അങ്ങനെ കാളന്തി നദി ഇങ്ങനെ രണ്ടായിട്ട് മാറിയിട്ട് അതിലെ ജലം ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പൊങ്ങി നിൽക്കുമെന്ന് കാണുമ്പോൾ ആ വസുദേവരുടെ മനസ്സിൽ തന്നെ തോന്നുന്നു, ഇതെന്താ, ഇത് കാളന്തിയുടെ ഒരു ഇന്ദ്രജാലമാണോ? ആ ഒരു ഇന്ദ്രജാലമാണോ? കണ്ടിട്ട് നമുക്കങ്ങോട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം അതീതമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ജാലവിദ്യ കാണിക്കുകയാണോ ഈ കാളന്തി? ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ആ ഭഗവാനെ കാണാനായിട്ട് ഇങ്ങനെ മുകളിലേക്ക് വരികയാണ്. ആ ഭഗവാൻ ഇങ്ങനെ മുകളിലേക്ക് വരുന്ന സമയത്ത് ആ കാളന്തിയിലെ ഓരോ ജലകണികകളും ആ ജലത്തിലെ ഓരോ തുള്ളി വെള്ളവും ഒന്ന് ആഗ്രഹിക്കുന്നു. കാരണം അതെല്ലാം പ്രത്യേകം ജീവനുകളായി മാറി. അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? ആ വസുദേവരുടെ തലയിലിരിക്കുന്ന കൊട്ടയിലെ ആ കുട്ടി ഇങ്ങനെ കാൽപാദങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇട്ടേക്കുന്നു. അപ്പോൾ കൊട്ടയിലേക്ക് ചെന്ന് ഭഗവാനെ ഒന്ന് സ്പർശിക്കാൻ സാധിക്കത്തില്ല. പിന്നെ എന്താണ്, ആ വെളിയിലേക്ക് കിടക്കുന്ന ആ കാൽപാദത്തിലേക്ക് ഒന്ന് തൊട്ടാൻ സാധിച്ചാൽ എത്ര ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഭഗവാനെ ഒന്ന് തൊടാൻ നമുക്കൊരു ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ. ആ കാറ്റ് പോലും ആഗ്രഹിച്ചു. ആ കാറ്റിങ്ങനെ ഭഗവാനെ തഴുകി പോവുകയാണ്. ആ കാറ്റ് തഴുകുമ്പോൾ ആഗ്രഹിച്ചത്, ആ കാളന്തി ആഗ്രഹിച്ചതിന് നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ തിരുമുമ്പിൽ ചെന്ന് നിന്ന് തൊഴുമ്പോൾ ആ ഭഗവാന്റെ ആ പാദത്തിൽ കിടക്കുന്ന തുളസി ഇലകൾ കാണുമ്പോൾ നമുക്ക് തോന്നും, ഭഗവാനെ ഒരു അടുത്ത ജന്മമെങ്കിലും ഭഗവാന്റെ പാദത്തിൽ തൊടുവാനുള്ള ഒരു തുളസി ഇലയായി എനിക്കൊന്ന് മാറിയാൽ കൊള്ളാം ഭഗവാനെ എന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ? അതുപോലെ ആ കാളന്തിയിലെ ഓരോ ജലകണികകളും ആ ഭഗവാന്റെ പാദത്തിലേക്ക് തൊടാനായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോഴോ കള്ളകൃഷ്ണനാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മഹാകള്ളനാണ്. ലോകത്തെ മുഴുവൻ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന ഭഗവാൻ ആ പാദം ഇങ്ങനെ അതിനകത്തോട്ടെടുത്ത് വെക്കും. എന്നിട്ടോ ആ കാളന്തിയെ നോക്കി ചിരിക്കും. കാളന്തിയെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കാളന്തി വിഷമിച്ച് മാറുമ്പോൾ വീണ്ടും പാദം എടുത്ത് വെളിയിലോട്ട് വെക്കും. എന്തിനാ? എന്നെ തൊട്ടോളൂ. അപ്പോൾ ആ കാളന്തി നദി ഇങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ പറയും, വീണ്ടും കാലെടുത്ത് അതിനകത്തേക്ക് വെക്കും.
അങ്ങനെ 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 കളിച്ച് 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 ആ വസുദേവരിങ്ങനെ പുറത്തേക്ക് പോകും. അനന്തശേഷൻ ഇങ്ങനെ ആ വലിയ മഴ ഭഗവാന് പെയ്യുമ്പോൾ അത് നനയാതിരിക്കാൻ വലിയൊരു കുടയായി തന്നെ ഇങ്ങനെ നിൽക്കുന്നു. ആ ആദിശേഷനും അത് കാണുമ്പോൾ തന്നെ ഒരു തോന്നൽ, ആ കണ്ണൻ്റെ പാദത്തിലൊന്ന് തൊട്ടാൽ, കാരണം കൊച്ചു കുഞ്ഞുങ്ങളുടെ പാദങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നില്ല, നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ പാദം എടുത്ത് ഉമ്മ വെക്കും. എത്ര സുഖമാണ് കാണാൻ, എന്തു മനോഹരമാണ്. ഒരുപക്ഷെ കുഞ്ഞിൻ്റെ മുഖത്തെക്കാട്ടിൽ ഒരുപക്ഷെ നമുക്ക് തോന്നും ആ കുഞ്ഞിൻ്റെ പാദങ്ങളും, ആ പാദങ്ങളിൽ എത്ര ഉമ്മ കൊടുത്തവരാണ് നമ്മൾ, അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നത് അതിൻ്റെ പാദത്തിൽ ഒരു ഉമ്മ കൊടുക്കാനാണ്. അത്ര നിർമ്മലമായിരിക്കുന്നത്. അപ്പോൾ ആ കാളുന്തിയുടെ ആ ആഗ്രഹം നമുക്ക് അതിനെ തെറ്റു പറയാൻ സാധിക്കുമോ? ആ കാളുന്തിയെ നമുക്ക്, അതോ ഭഗവാനാണ് ഈ ലോകം മുഴുവൻ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്ന ഭഗവാൻ, ഈ ലോകത്തെ മുഴുവൻ ഒറ്റ പാദം കൊണ്ട് അളന്ന് മാറ്റിയ ഭഗവാൻ, ആ വലിയ പാദം ഇതാ ചെറിയൊരു കുഞ്ഞു പാദമായി തൻ്റെ മുമ്പിൽ തൻ്റെ അടുക്കലിരിക്കുന്നു. തനിക്കൊന്ന് തൊടാൻ കയ്യെത്തുന്ന ദൂരത്ത് നിൽക്കുന്നു. എന്നിട്ട് ആ ഭഗവാനെ ഒന്ന് തൊടാൻ സാധിക്കുന്നില്ലല്ലോ. ഭഗവാനെ, എനിക്ക് ഇതിനപ്പുറത്തൊരു ഒരു ഒരു ദുര്യോഗം എന്താണ്, നിർഭാഗ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ആ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടേ പോവുള്ളൂ. അതാണല്ലോ ഭഗവാന്റെ ഒരു പ്രത്യേകത. നമ്മളെ നന്നായിട്ട് വിഷമിപ്പിക്കും. നിനക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയുന്ന പോലെ നമ്മളെ നന്നായിട്ട് വിഷമിപ്പിച്ചിട്ടോ അവസാനം നമ്മളോട് പറയും, സാരമില്ല, നിന്നെ ഞാൻ നോക്കിക്കൊള്ളാമെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പറയും, നിനക്ക് അനുഗ്രഹം നൽകുന്നു. കാളുന്തിക്ക് ഒരു അനുഗ്രഹം നൽകുന്നതായിട്ട് ഒരു കഥയിൽ കേട്ടിട്ടുണ്ട്. ആ കാളുന്തി ഇങ്ങനെ വിഷമിച്ച് ഭഗവാനോട് പറയും. ആ കാളുന്തി നദി കയറി ആ വസുദേവരിങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ആ കാളുന്തിയിലെ ജലം ഒന്നുയർന്ന് ഭഗവാനെ തൊഴുതിട്ട്, കണ്ണാ, നീ എൻ്റെ മടിത്തട്ടിൽ വന്നിട്ട് ഭഗവാനെ ഒന്ന് തൊടാൻ പോലും സാധിക്കാത്ത നിർഭാഗ്യവതിയായിരുമല്ലോ ഞാൻ എന്ന് കാളുന്തി പറയുമ്പോൾ ഭഗവാൻ പറയും, അതിനെന്താ, നിന്റെ അടുക്കലേക്ക് ഞാൻ വരും. നീ എൻ്റെ അടുക്കലേക്കല്ല വരേണ്ടത്, നിന്റെ അടുക്കലേക്ക് ഞാൻ വരും. ഭക്തന് എൻ്റെ അടുക്കലേക്കല്ല, ഭക്തന്റെ അടുക്കലേക്ക് ഞാൻ വരും. അതാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഭഗവാനെ ഭക്തദാസൻ എന്ന് പറയുന്നത്. ദാസന്മാരെന്താ, മുതലാളിമാരുടെ അടുക്കലേക്കല്ലേ ചെല്ലുന്നത്, അല്ലാതെ മുതലാളിമാർ ദാസന്മാരുടെ അടുക്കലേക്കല്ല ചെല്ലുന്നത്. ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ ഭക്തന്റെ ദാസനാണ്, ഭക്തന്റെ യജമാനനാണെന്ന് ഭഗവാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ ഭക്തന്റെ ദാസനാണ്, ഭക്തന്മാരുടെ അടുക്കലേക്ക് ഞാൻ വരും. എന്നിട്ടോ അവർക്ക് എത്ര കണ്ട ആഗ്രഹങ്ങളാണേലോ, അവർക്ക് എത്ര കണ്ട് കാര്യങ്ങളാണേലോ അതെല്ലാം ഞാൻ നൽകിത്തരും. എന്നിട്ടോ നമുക്കറിയാം, കാളുന്തിയുടെ അടുക്കലേക്ക് കാളിയമർദ്ദന സമയത്ത് ഭഗവാൻ പോയ കഥകളൊക്കെ അറിയാം. അതൊക്കെ പിന്നീട് നമുക്ക് കേൾക്കാവുന്നതാണ്. അപ്പം ആ ഒരു ഭാഗം അത്ര മാത്രമേ ആ യമുനാ പ്രവാഹത്തെ നമുക്ക് ഇങ്ങനെ അത്രമാത്രം പ്രാധാന്യത്തോടു കൂടിയേ നമുക്കതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. അത്ര കണ്ട് സവിശേഷത വളരെ ഒരു 4 വരിയിലൂടെ അത് ഒതുക്കി വച്ചിരിക്കുകയാണ് ഈ ഒരു യാത്ര പോലും മേൽപ്പത്തൂര്. ശേഷം 2ാമത്തെ ശ്ലോകത്തിനകത്തിൽ പറയുന്നുണ്ട്, ഈ വസുദേവരിങ്ങനെ നടന്ന് എവിടെ ചെല്ലുന്നു, ഗോകുലത്തിലെത്തുന്നു. ഗോകുലത്തിൽ അതിശയങ്ങളാണ് വസുദേവരെ സംബന്ധിച്ചിടത്തോളം. അതൊരു സാധാരണ മനുഷ്യനാണ് എങ്കിൽ പോലും തൻ്റെ കയ്യിലിരിക്കുന്നത് ഈ ലോകത്തിന് മുഴുവൻ ചൈതന്യവത്തായിരിക്കുന്ന ഭഗവാനാണ്. തനിക്ക് ഒരു ഭയവും വേണ്ട, ഒരു ഭയവും ഇല്ലാതെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്താ, ആ ഗോകുലത്തിലേക്ക് ചെന്നെത്തുമ്പോഴെന്താ, ആ ഗോകുലത്തിൽ നമുക്കറിയാം ഏതൊരു സ്ഥലത്ത് എന്നാൽ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഉണർന്നിരിക്കും. ആരെങ്കിലും തന്നെ കണ്ടാലോ ഒന്ന് ആലോചിച്ച് നോക്കണം. കംസന്റെ കാരാഗ്രഹത്തിൽ പെട്ടിരിക്കുന്ന ആളാണ്, ഇതാ പുറത്തിറങ്ങി നടക്കുന്നു. അങ്ങനെ ഗോകുലത്തിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി? ഇപ്പം ഈ സംഭവിക്കുമോ ഇതൊക്കെ? ഈ ഒരു സംശയം എപ്പോഴും മനസ്സിൽ കിടക്കുന്നു. കാരണം എന്താ, ഒരല്പ വിശ്വാസത്തിൻ്റെ കുറവ് അവിടെ വസുദേവരിലുമുണ്ട്. എന്നാലും വസുദേവരെന്താ ധൈര്യപൂർവം, ഒരു ടോർച്ച് ഉണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്നാലും സാരമില്ല, ടോർച്ച് ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം പോലെ ആ ഭഗവാൻ എൻ്റെ കയ്യിലുണ്ടല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഇങ്ങനെ അങ്ങോട്ട് പോവുക. നടന്നങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗോകുലത്തിൽ നോക്കിയപ്പോൾ അവിടെ എല്ലാവരും കാവൽക്കാരൊക്കെ അങ്ങനെ തൂണയിൽ ചാരി കിടന്നുറങ്ങുന്നു. അങ്ങ് ആ കാരാഗ്രഹത്തിലും അതുപോലെ തന്നെയായിരുന്നു. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. ആ ഒരു മായയുടെ
ഒരു വലിയ മായയുടെ ഒരു പ്രഭാവം അവിടെയുണ്ട്, ഭഗവാന്റെ ഒരു പ്രഭാവമുണ്ട്. അങ്ങനെ അവിടെ കിടക്കുന്നു. എല്ലാവരും കിടന്ന് നിസ്സാര ഉറക്കമല്ല, കൂർക്കം വലിച്ചുറങ്ങുകയാണ്. കാരണം എന്താണ്? ഗാഠമായിരിക്കുന്ന നിദ്രയാണ്. ചെറിയ ഉറക്കത്തിലൊക്കെ എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ കേട്ടാൽ ഉറങ്ങും. പക്ഷെ ഗാഠമായിരിക്കുന്ന നിദ്രയിലേക്ക് ഗോകുലത്തിലെ അന്തേവാസികളെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? പെതുക്കെ ചെന്ന്, ഏത് വീടാണ് നന്ദഗോപരുടെ, വലിയൊരു മാളിക കണ്ടു, അവിടേക്ക് കയറി ചെന്നു. ഇനി എവിടെയാണ് തൻ്റെ കുഞ്ഞിനെ ഒന്ന് നന്ദഗോപരുടെ യശോദ എവിടെയാണ് പ്രസവിച്ച് കിടക്കുന്നത്? ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ വഴി കാട്ടി നൽകുകയാണ് ഭഗവാൻ. ഇങ്ങനെ അറിയാതെ അങ്ങ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അറിയാതെ മുന്നോട്ട് ചെന്ന് ഒരു മുറിയുടെ അടുക്കൽ ചെന്നു. ആ മുറിയുടെ വാതിൽ അല്പം പെതുക്കെ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ എന്താണ്? യശോദാദേവി അവിടെ കിടക്കുന്നു. ആ യശോദാദേവിയുടെ തൊട്ടടുത്തായിട്ട് ഒരു പൊന്നോമന മകൾ അവിടെ കിടക്കുന്നു. ആ പൊന്നോമനയായിരിക്കുന്ന കുഞ്ഞിനെ കണ്ടു, തൊഴുതു. ആ വസുദേവര് തൊഴുതു. ആരാ ഈ കിടക്കുന്നത്? ആരാ? ഭഗവാന് വേണ്ടിയിട്ട് പിറന്ന ഒരു കുഞ്ഞ് അല്ലേ? ഭഗവാന് വേണ്ടിയിട്ട് പിറന്ന ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞ് അവിടെ അതെടുത്ത് കൊട്ടയെടുത്ത് താത്തു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കുഞ്ഞിനെ അല്പം ഒന്ന് മാറ്റി കിടത്തി. കുഞ്ഞിനെ ഒന്ന് അല്പം എടുത്തൊന്ന് മാറ്റി കിടത്തിയിട്ട് തൻ്റെ പൊന്നോമന മകനായിരിക്കുന്ന കുഞ്ഞിനെ എടുത്ത് ആ യശോദാദേവിയുടെ അടുക്കൽ കിടത്തി. യശോദാദേവിയുടെ അടുക്കൽ കിടത്തിയിട്ട് യശോദാദേവിയുടെ അടുക്കൽ കിടന്ന ആ പൊന്നോമന കുഞ്ഞിനെ എടുത്ത് താൻ കൊണ്ടുവന്ന കൊട്ടയിലേക്കും കിടത്തി. എന്നിട്ട് ഭഗവാനെ നോക്കി തൊഴുതു. ഭഗവാനെ, അങ്ങ് ആലോചിച്ച് നോക്കണം. ഒരു പക്ഷേ മേൽപ്പത്തൂർ അത്രയും അത് പറയുന്നില്ലെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ മനസ്സിൽ നമ്മളാണ് ആ വസുദേവരുടെ സ്ഥാനത്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കലെങ്കിലും നമുക്ക് അങ്ങനെ ഒരവസ്ഥയുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ പൊന്നോമന കുഞ്ഞ്, സ്വന്തമെന്ന് പറയുന്ന കുഞ്ഞിനെ അവിടേക്ക് കൊണ്ട് കിടത്തിയിട്ട് മറ്റൊരു കുട്ടിയെ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ നമ്മുടെ നെഞ്ചൊന്ന് കത്തും ഇല്ലേ? ആ നെഞ്ചിലുണ്ടാകുന്ന ഒരു വേദനയുണ്ട് നമുക്ക്. നമ്മുടെ കുഞ്ഞിനെ വിട്ട് നമ്മൾ മാറുമ്പോൾ, അത് കുഞ്ഞ് എത്ര വലുതായിരുന്നാലും ചെറുതായിരുന്നാലും, ആ പൊന്നോമന കുഞ്ഞിനെ എടുത്ത്, യശോദാദേവിയുടെ കുഞ്ഞിനെ എടുത്ത് ആ കൊട്ടയിലേക്ക് കിടത്തിയിട്ട് ആ കൊട്ടയോടെടുത്ത് തിരികെ പോകാനായിട്ട് വസുദേവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൂടി കണ്ണനെ ഒന്ന് തിരിഞ്ഞു നോക്കി, കണ്ണാ, ഈ കുഞ്ഞിനെ ഞാൻ ഇവിടെയാണല്ലോ സമർപ്പിച്ചിട്ട് പോകുന്നത്, എല്ലാം ഭഗവാന്റെ മായയാണ്. ആ ഭഗവാന്റെ മായയുടെ മുമ്പിൽ താൻ ഒരു കളിപ്പാട്ടമായിരിക്കാം, ഒരു കളിപ്പാവയായിരിക്കാം. പക്ഷേ എല്ലാം സംഭവിക്കുന്നതിനെയും എല്ലാം നല്ലതിനായിട്ട് തന്നെ. അതിനായിട്ടാണല്ലോ ഭഗവാൻ പോലും അവതരിച്ചത്. അതിനാണല്ലോ ഈ കുഞ്ഞ്. ഇനിയും ഈ കുഞ്ഞിൻ്റെ ഗതി എന്താകും ഭഗവാനെ? കാരണം എന്താണ്? ഒരു വലിയ ഒരു ദുഷ്ടൻ്റെ അടുക്കലോട്ട് ഇനിയും കൊണ്ടുപോകാൻ പോകുന്ന ഈ കുഞ്ഞിനെ, തൻ്റെ കുഞ്ഞിനെ മറ്റൊരിടത്ത് സുരക്ഷിതമായി കിടത്തിയിട്ട് അവിടെ സുരക്ഷിതമായി കിടന്ന കുഞ്ഞിനെ എടുത്ത് താനിതാ ഒരു ദുഷ്ടൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ദുഷ്ടന്റെ കാരാഗ്രഹത്തിലേക്ക് അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്താണ് സംഭവിക്കുക? വസുദേവരുടെ മനസ്സിലുണ്ടാകും ഇല്ലേ? നമുക്കും ഉണ്ടാകും. ആദ്യമൊക്കെ കഥ അറിയുന്നത് കൊണ്ട് നമുക്ക് സാരമില്ല. പക്ഷേ എങ്കിൽ പോലും ആലോചിച്ച് നോക്കൂ, ആ കുഞ്ഞിനെയും കൊണ്ടൊരു ദുഷ്ടന്റെ അടുക്കലേക്ക്, നിഗ്രഹിക്കുന്ന കുട്ടികളെ പോലും നിഷ്കരുണം നിഗ്രഹിക്കാൻ യാതൊരു മടിയില്ലാത്ത ഒരു മഹാദുഷ്ടന്റെ അടുക്കലേക്ക് ഇതാ കുഞ്ഞിനെ, ഈ ഒന്നും അറിയാത്ത ഒരു പുന്നോമന കുഞ്ഞിനെ കൊണ്ടുപോകുന്നു അവിടോട്ട്. എന്നിട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കിടത്തുന്നു. തിരികെ വന്നപ്പോഴും കാളുന്തി ഇങ്ങനെ യമുന ഇങ്ങനെ മാറിക്കൊടുത്തു. അവിടെ നിന്നും തിരികെ എത്തി ആ കാരാഗ്രഹത്തിലെത്തിയിട്ട് എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ അവിടെ കിടത്തി. ദേവകി ദേവിയുടെ അടുക്കൽ കിടത്തി. ആ ദേവകി ദേവിയോ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിദ്രയിലായിരുന്ന ദേവകി ദേവി പോലും അറിഞ്ഞില്ലെന്ന് വേണം പറയാൻ. കാരണം എന്താ? ഇത് വസുദേവരും ഭഗവാനും, വസുദേവരും വാസുദേവനും തമ്മിലുള്ള ആത്മബന്ധമാണ്. ഒരു വലിയ ഒരു നിയോഗം ഭഗവാനിലൂടെ നടപ്പിലാക്കിയ വസുദേവർക്ക് കിട്ടിയ സൗഭാഗ്യവും കൂടിയാണ്. ആദ്യമായിട്ട് ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ സാധിക്കണ്ടേ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ആർക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ട് ആ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ? നമുക്കറിയില്ലേ, പ്രസവമൊക്കെ കഴിയുമ്പോൾ കുഞ്ഞിനെ കൊണ്ടുവരുമ്പം ആദ്യം ആ കുഞ്ഞിനെ ഒന്ന് മേടിക്കുന്ന ആള് ജീവിതകാലം മുഴുവൻ പറയും, പ്രസവം കഴിഞ്ഞ് ആദ്യം എൻ്റെ കയ്യിലോട്ടാണ് ഡോക്ടർ കുഞ്ഞിനെ തന്നത്, ഒരു വലിയ അധികാരത്തോടു കൂടി പറയുന്നത്. അതുപോലെ ഒരു വസുദേവർ നിസ്സാരക്കാരനാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഭഗവാനെ ആദ്യം എടുത്തുകൊണ്ട് പോകാനും അവിടെ അപ്പുറത്ത് കൊണ്ടുപോകാനും ഒക്കെ. അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവന്ന് അവിടെ യശോദാദേവി ദേവകി ദേവിയുടെ അടുക്കൽ കൊണ്ടുവന്ന് അങ്ങോട്ട് കിടത്തി. ദേവകി ദേവിയുടെ അടുക്കലോട്ട് അങ്ങോട്ട് കൊണ്ട് കിടത്തി കഴിഞ്ഞപ്പോൾ എന്താണ്? ആ
പിന്നീട് പറയുന്നത് എന്താണ്, ആ കുട്ടിയെ അടുത്തോട്ടങ്ങോട്ട് കിടത്തി കഴിഞ്ഞപ്പോഴേക്കും അന്തരീക്ഷത്തിൻ്റെ അവസ്ഥകളൊക്കെ അങ്ങോട്ട് മാറി. ആ അന്തരീക്ഷത്തിൻ്റെ അവസ്ഥകളൊക്കെ അങ്ങോട്ട് മാറിയിട്ട് എന്ത് ചെയ്തു, ആ കുട്ടി അങ്ങോട്ട് അലമുറയിട്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങി. അലമുറയിട്ട് കുട്ടി അങ്ങോട്ട് കരയാൻ തുടങ്ങി. ദേവകി ദേവി ഞെട്ടി ഉണർന്നു. നോക്കിയപ്പോൾ എന്താ, തൻ്റെ അടുക്കൽ കുഞ്ഞ് കിടക്കുന്നു. അമ്മയുടെ ഉള്ളിലറിയാം, ഏത് അമ്മയ്ക്കും തൻ്റെ കുഞ്ഞിനെ കണ്ടാൽ തിരിച്ചറിയാം. ഉറപ്പായിട്ടും ദേവകി ദേവിക്ക് അറിയാം അത് തൻ്റെ കുഞ്ഞ് അല്ല എന്നറിയാം. പക്ഷെ എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അത് ഒരു കൊച്ചു കുഞ്ഞിനോട് തോന്നുന്ന ഒരു ബന്ധം. ആ കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു, ആ കരയുന്ന കുഞ്ഞിനെ. കാരണം എന്തും സംഭവിക്കാവുന്ന അവസ്ഥകൾ. ഒരു ദുര്യോഗം ആലോചിച്ച് നോക്കൂ. താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ തൻ്റെ മുമ്പിൽ വെച്ച് തൻ്റെ സഹോദരനായിരിക്കുന്ന, അവൻ്റെ അച്ഛനെ തുല്യനായിരിക്കുന്ന ആൾ തന്നെയാണ്, അവനെ സംരക്ഷിക്കേണ്ട പരിരക്ഷിക്കേണ്ട ആൾ തന്നെ നിഷ്കരുണം കൊല്ലുന്നത് കാണേണ്ടി വരുന്ന ഒരു അമ്മയുടെ ആ ദുരവസ്ഥ അതനുഭവിച്ച് ഓരോ പ്രാവശ്യവും ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ വീണ്ടും വീണ്ടും മുറിവുകൾ ഉണ്ടാകുന്നത് പോലെ, ഉണങ്ങാത്ത മുറിവുകൾ, വേദനിക്കുന്ന മുറിവുകൾ, നീറുന്ന മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇനിയും ഒരു മുറിവ് കൂടി ഭഗവാനെ എനിക്ക് വിധിക്കപ്പെട്ടല്ലോ എന്ന് ദേവകി ദേവിക്ക് ഒരു അങ്ങനെ ചിന്തിക്കുന്ന ഒരു നിർഭാഗ്യവതിയായിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ ആ അവസ്ഥയിൽ നിൽക്കുന്ന ദേവകി ദേവി കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു. ഒരു ഏത് മൃഗങ്ങൾ പോലും അത് ചെയ്യും ഇല്ലേ? കുഞ്ഞുങ്ങൾ കാണുമ്പോൾ, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പിന്നെ തള്ളക്കോഴി എടുത്ത് ഇങ്ങനെ തൻ്റെ അടുക്കലോട്ട് പിടിക്കുന്നത് പോലെ അതിനെ അടുക്കലോട്ട് പിടിച്ചു. അപ്പോഴേക്കെന്താ, ആ കാരാഗ്രഹത്തിൻ്റെ വാതിലുകളൊക്കെ അപ്പോഴേക്കും അടഞ്ഞിരുന്നു. ആ പൂട്ടുകളൊക്കെ താനേ പൂട്ടുകളായി മാറി. അവിടെ കിടന്നുറങ്ങിയവർ ഞെട്ടി ഉണർന്ന കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടിട്ട് ചാടി എഴുന്നേറ്റു. അവർ ചാടി എഴുന്നേറ്റിട്ട് നോക്കി ചിന്തിച്ചു, അയ്യതാ അകത്ത് കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ട്. കാരണം അന്തകനിതാ ജനിച്ചിരിക്കുന്നു. ആരുടെ? കംസന്റെ. കാരണം ദുഷ്ടതയെ വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ നല്ല മനസ്സുകളുണ്ട്. ചിലപ്പോൾ ചില പരിമിതികൾ കൊണ്ട്, ചിലപ്പോൾ ചില അവസ്ഥകൾ കൊണ്ട് ചിലതിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്ന ചില ഭടന്മാരും അതിനകത്തിൽ ഉണ്ടാകാം. കാരണം എല്ലാ മനുഷ്യനും ഒരുപോലെയല്ല, എല്ലാവരുടെ ഉള്ളിൽ ഒരു നന്മയുണ്ട്. അതുകൊണ്ട് നല്ലത് സംഭവിക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ എന്ന് മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. എന്നാലും തൻ്റെ ജോലിയെ അത് തിരിച്ച് ചെയ്യാതിരിക്കാൻ സാധിക്കത്തില്ല. അതിനെന്ത് ചെയ്തു? ഓടിച്ചെന്നു കംസൻ്റെ അടുക്കലേക്ക് ചെന്നു. കംസൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് കംസൻ്റെ വാതിലിൽ മുട്ടി. കംസൻ എന്ത് ചെയ്തു? ആ ഒരൊറ്റ തട്ട്, ആ വാതിലിൽ ഒരു തട്ട് തട്ടിയപ്പോഴേക്കും ഭയന്ന് കിടന്നുറങ്ങിയ ആളാണ്. ഉറക്കമില്ലാതെ കിടക്കുന്നു എന്ന് വേണം പറയാൻ. അറിയാതെ ഉറക്കത്തിലേക്ക് പോയ ആളാണ് കംസൻ ആ സമയത്ത്, തലേ ദിവസം രാത്രിയിൽ. കാരണം എന്താണ്? ഇനിയും വരുന്നത് ഏത് നിമിഷവും പ്രസവം ഉണ്ടാകാമെന്നാണ് കൊട്ടാരത്തിലെ വൈദ്യന്മാരൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്താണ്, ഏത് നിമിഷവും തൻ്റെ ഈ അശരീരം ഒരിക്കലും അസത്യമാകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സത്യമാകുന്ന തൻ്റെ അന്തകനായിരിക്കുന്ന, തന്നെ കൊല്ലുവാനായിട്ട് വരുന്ന ആളിതാ ജനിക്കാൻ പോകുന്നു എന്നുള്ള ഭയത്തോടു കൂടി കംസൻ ഉറക്കമില്ലാത്ത ആ മരണഭയത്തോടു കൂടി ചെന്ന് കിടന്നിടത്തിൽ നിന്നും, ആ നിദ്രയിൽ നിന്നും കംസൻ ചാടി എഴുന്നേറ്റു. ഞെട്ടി ഉണർന്ന് ചാടി എഴുന്നേറ്റിട്ടപ്പോഴത്തേക്ക് എന്താണ്, മുടിയൊക്കെ ഇങ്ങനെ ഏതൊക്കെയോ അവസ്ഥയിൽ കിടക്കുന്നു. അതൊന്നും മാറ്റാനൊന്നും കംസൻ തയ്യാറായില്ല. അതേപോലെ തന്നെ വാതിൽ എളുപ്പമെന്ന് തുറന്നിട്ട് എന്ത് ചെയ്തു? നേരെ ഇങ്ങനെ കാരാഗ്രഹത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ കാരാഗ്രഹത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ്, ആ വാതിലുകളെല്ലാം എളുപ്പം തുറന്നു ഭടന്മാർ. കാരണം എന്താ, കംസൻ അത്ര വേഗം, കാറ്റിൻ്റെ വേഗത്തിൽ വരികയാണ്. അത്ര വേഗം ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴെന്താണ്, തൻ്റെ സഹോദരിയുടെ അടുക്കൽ ഇതാ ഒരു കുട്ടി കിടക്കുന്നു. ആദ്യം ഉള്ളിൽ ഒരു വലിയ ഭയമാണ് ഉണ്ടായത്. ആണോ പെണ്ണോ എന്ന് പിന്നല്ലേ അറിയുള്ളൂ. ആദ്യം കുഞ്ഞിനെ കണ്ടപ്പോൾ തന്നെ ഇതാണോ തൻ്റെ ഘാതകൻ, ഈ കുട്ടിയാണോ ഇനി എന്നെ കൊല്ലേണ്ടത് അത് നോക്കി. അപ്പോഴാണ് ദേവകി ദേവി പറയുന്നത്, എൻ്റെ സഹോദര അങ്ങ് നോക്കൂ, അങ്ങയുടെ ഘാതകനായിട്ട് ഒരു മകനാണ് എന്നല്ലേ പറഞ്ഞത്, ഇതാ ഇവൾ മകളാണ്. ആ ഒരൊറ്റ വാക്കുകൊണ്ട് തന്നെ കംസൻ മനസ്സുകൊണ്ട് നിന്നുപോയി എന്നാണ്, ശരീരം അങ്ങ് സ്തബ്ധിച്ചു പോയി എന്നാണ് പറയുക. കാരണം എന്താണെന്ന് അറിയാമോ? ഒരു മകൻ ഒരു പുരുഷൻ കൊല്ലാൻ തന്നെ വരുന്നു എന്ന് പറഞ്ഞിട്ട് അതിന് നേരെ വിപരീതമായിട്ട് ഇത് സ്ത്രീയാണ്, ഇതൊരു സ്ത്രീയാണ് എന്ന് പറയുമ്പോൾ തന്നെ കംസന്റെ മനസ്സിൽ സംശയം. പിന്നെ അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുക. ഒരു പുരുഷൻ എന്നെ കൊല്ലുമെന്നല്ലേ പറയുന്നത്, ഒരു അന്തകനാണ്, ആണെന്നല്ല പറഞ്ഞു, അന്തകൻ ആണ് എന്ന് പറയുന്നു. 8ാമത്തെ പുത്രൻ എന്ന് തന്നെ പറയുന്നുണ്ട്.
അപ്പോൾ എട്ടാമത്തെ ആണ് നിന്റെ അന്തകൻ. അപ്പോൾ പുത്രനാണ്, അന്തകനാണ്, ഒരു പുരുഷനാണ്. അശരീരി ഒരിക്കലും അസത്യമാകില്ല. അത് ഈശ്വരൻ്റെ വാക്കുകൾ തന്നെയാണ്, പ്രകൃതിയുടെ വാക്കാണ്. അപ്പോൾ അതൊരിക്കലും അസത്യമാകുകയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി എന്താണ് താൻ ചെയ്യേണ്ടത്? പക്ഷേ തനിക്ക് അറിയാവുന്ന, പലപ്പോഴും ഈ മഹാവിഷ്ണുവിൻ്റെ അവതാരമായി വരുന്ന അല്ലെങ്കിൽ ഈ ഈശ്വരന്മാരുടെ പലരുടെയും സ്വഭാവങ്ങൾ അറിയാം. പുരുഷൻ സ്ത്രീയായി മാറുന്നുണ്ട് അല്ലേ, മോഹിനിയായിട്ടൊക്കെ അവതരിച്ചില്ലേ. അപ്പം പുരുഷൻ സ്ത്രീ ആവുന്നുണ്ട്, സ്ത്രീ പുരുഷനാവുന്നുണ്ട്. അപ്പം ഏതെല്ലാം വേഷത്തിൽ വേണമെങ്കിലും തൻ്റെ മായ കൊണ്ട് തൻ്റെ മനസ്സിനെയും ചിന്തകളെയും മാറ്റുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. കാരണം മരണം ഉണ്ടാകുന്നത് ഏത് വഴിക്കാണെന്ന് അറിയില്ലല്ലോ. സംഭവിക്കേണ്ടതല്ല, സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷെ എന്നാലും അതിന് എങ്ങനെയാണ്, താനിപ്പോൾ എന്താണ് ചെയ്യുക? ഈ കുഞ്ഞിനെ കൊല്ലണോ വേണ്ടയോ? കാരണം ഇതൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ പെൺകുട്ടിയെ കൊല്ലേണ്ടതുണ്ടോ എന്ന് ഒരു നിമിഷം ആ കംസൻ ഉള്ളാലെ ഒന്ന് സംശയിച്ച് കാണും ഇല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് നമ്മൾ സംഭവിക്കുന്നത്. ഇന്നതാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞിട്ട് ചെല്ലുമ്പോൾ അതിന് നേരെ വിപരീതമായിട്ട് സംഭവിക്കുമ്പോൾ നമുക്കൊരു സംശയമുണ്ടാകും. ഈ സംശയം ഒരു വലിയ ഭയത്തിലേക്ക് വീണ്ടും നമ്മളെ കൊണ്ടെത്തിക്കും. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത് നിന്നും അല്പം കൂടി ദൂരം ഉണ്ടാകുന്നു. ആ ദൂരം ഉണ്ടാകുമ്പോൾ അല്പം കൂടി ഭയം നമുക്ക് വർദ്ധിക്കും. അങ്ങനെ അല്പം കൂടി കംസന്റെ മരണഭയം തന്നെ വർദ്ധിച്ചു. എന്നിട്ടും എന്താണ്, ഇതൊരു സ്ത്രീ ആയിരുന്നാലും ഇനിയും ഇതൊരു പുരുഷനായി മാറിയാൻ സാധിക്കാത്തതൊന്നും അല്ലല്ലോ. ഈ ലോകത്ത് എന്താ സംഭവിക്കാൻ സാധിക്കാത്തത് ഇല്ലേ? എന്തെല്ലാം വേണമെങ്കിൽ സംഭവിക്കാം. അതുകൊണ്ടൊന്നും കാര്യമില്ല. ആ ദേവകീദേവി തൊഴുത് പറയുന്നുണ്ട്, സഹോദര, ഇതൊരു പെൺകുട്ടിയല്ലേ, എന്നെപ്പോലെ നീ എത്ര ഭംഗിയായിട്ട് എന്നെ നോക്കി സ്നേഹിച്ചവനാണ്. അപ്പം ഇതുപോലൊരു പെൺകുട്ടി എങ്ങനെയാണ് നിനക്ക് കൊല്ലാൻ സാധിക്കുക? പക്ഷെ കംസന്റെ മനസ്സിൻ്റെ ഉള്ളിൽ തൻ്റെ സഹോദരിയോടുള്ള ഒരു സ്നേഹമുണ്ട്. അതൊക്കെ ആദ്യമേ പറയുന്നുണ്ടല്ലോ. ഈ ആൺകുട്ടി എങ്ങനെയാണ് കൊല്ലുന്നത്, ആദ്യത്തെ കുട്ടിയൊക്കെ കൊല്ലുന്ന കാര്യം നടക്കുന്ന സമയത്ത് അതൊക്കെ ആ ഒരു സ്നേഹത്തിൻ്റെ ഭാവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും കംസന് തൻ്റെ ജീവനാണ് വലുത്. തൻ്റെ പെറ്റ് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളാണ് തന്നെ കൊല്ലാൻ വരുന്നതെങ്കിൽ പോലും എന്തു ചെയ്യും? തൻ്റെ ജീവനാണ് വലുതെന്നുള്ളത് കൊണ്ട് നമ്മൾ ഏത് വിധത്തിലും നമ്മൾ പ്രതികരിക്കും ഇല്ലേ? അങ്ങനെ പ്രതികരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ എന്ത് ചെയ്തു? കംസൻ എന്ത് ചെയ്തിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ആ കുഞ്ഞിൻ്റെ കാലിൽ ഇങ്ങോട്ട് പിടിച്ചു. ആ കാലിൽ ഇങ്ങോട്ട് പിടിച്ചപ്പോൾ എന്താണ്, ആ ഒരു കാലിൽ പിടിച്ചിങ്ങനെ അങ്ങോട്ട് പൊക്കിയെടുത്തു. ആ പൊക്കിയെടുത്തതിനെ മേൽപ്പത്തൂർ പറയുന്നത് എന്താണ്, ഒരു വലിയ മതയാന ഇങ്ങോട്ട്. മതയാനയുടെ ഒരു പ്രത്യേകത എന്താണ്? സാധാരണ ആനയുടെ ഇരട്ടി ശക്തിയാണ് മതയാനയ്ക്ക്. മദം പൊട്ടിയപ്പോൾ ഉണ്ടാകുന്ന ഇരട്ടി ശക്തി കൂടിയുണ്ട്. ആ മതയാനയായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒരു തളിര് താമരപ്പൂവ് അതിൻ്റെ ഞെടുപ്പോട് കൂടി എടുക്കുന്നത് എങ്ങനെയാണോ ആ തടാകത്തിൽ നിന്നും അത്രമാത്രം ലാഘവത്തോട് കൂടിയിട്ടാണ് മഹാശക്തിമാനായിരിക്കുന്ന അല്ലേ, കുലയപീഠം എന്ന് പറയുന്ന ഒരു വലിയ ആനയെ പോലും നിസ്സാരമായി ചുരുട്ടി എറിഞ്ഞ ആളാണ് കംസൻ. അപ്പോൾ എന്താണ്, കൊച്ചു രണ്ട് പാദങ്ങളല്ലേ, ആ കുഞ്ഞിനെ ഇങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ആ കുഞ്ഞിനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് എടുത്ത് പിന്നെ അവിടെ ഒരു കല്ലിലോട്ട് അടിച്ചാണ് കൊല്ലുന്നത്. കുഞ്ഞിനെ തലയടിച്ചാണ് കൊല്ലുന്നത്. എന്നിട്ട് ആ കാലിങ്ങോട്ട് പിടിച്ച് മുകളിലേക്ക് അങ്ങോട്ട് ഉയർത്തി ഒരൊറ്റ അടിക്ക് അങ്ങോട്ട് തുടങ്ങിയുണ്ട്. ആ കൈകളിൽ നിന്നും, ആ കംസന്റെ കൈകളിൽ നിന്നും ആ കുഞ്ഞു പാദങ്ങൾ തെന്നി മുകളിലേക്ക് ഉയർന്നു. കുഞ്ഞു മുകളിലേക്ക് ഉയർന്നു. കംസൻ അന്തിച്ചു. കുഞ്ഞിതാ മുകളിലേക്ക് ഉയർന്നിട്ട് അവിടെ എന്ത് ചെയ്തു? അവിടെ ഒരു മഹാപ്രഭാവത്തോടുകൂടി, ഒരു വലിയ ശക്തിയോടുകൂടി, ചൈതന്യത്തോടുകൂടി ഒരു വലിയ രൂപം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. മായാഭഗവതിയായിട്ട് അവിടെ ഒരു ഭഗവതി പ്രത്യക്ഷപ്പെടുകയാണ്. 8 കൈകളോടുകൂടിയ ആ ഭഗവതി അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആദ്യം പറയുന്ന വാക്ക് തന്നെ പറയുന്നുണ്ട് അല്ലേ, ഭഗവതി പറയുന്നില്ലേ, ഇത് സ്ത്രീകളോടല്ല അതിക്രമം കംസ നീ ചെയ്യേണ്ടത്. ഒരു പെൺകുട്ടിയായിരുന്ന, ഒരു പെണ്ണായിട്ടിരുന്ന എന്നോടാണോ നീ അതിക്രമം ചെയ്യുന്നത്? നീ ഓർത്തുകൊള്ളൂ, എന്ത്, നിന്റെ അന്തകനിത ഈ ലോകത്ത് ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കംസ, നിന്റെ അന്തകൻ ഇവിടെ ഈ ലോകത്ത് ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കംസൻ ഞെട്ടിക്കാണും ഇല്ലേ, ഭയന്നുപോയി. പ്രസവിക്കാതെ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ട് സംഭവം നടന്നു കഴിഞ്ഞു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആധിയുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഉള്ളാലെ നമ്മുടെ ഈ
പഞ്ചപ്രാണനുകൾ മുഴുവൻ കത്തുന്ന ആ ആ കത്തുന്ന ഒരു ജ്വാലയുണ്ടല്ലോ, നമ്മൾ പറയത്തില്ലേ എൻ്റെ പ്രാണനും കൊണ്ടും എൻ്റെ പ്രാണൻ അന്നേരം അങ്ങ് പോയ പോലെ ആയിപ്പോയി. അത്ര ഒരു വലിയ ഭയം ഉണ്ടാകുന്നു. ആ കംസൻ അങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കാരണം എന്താണ്? ഒരു ഭഗവതി ഇങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്, 8 കൈകളോടുകൂടി ഒരു ഭഗവതി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഭഗവതിയുടെ മുഖത്ത് ഒരു രൗദ്രതയുണ്ട്. എന്താണ്? സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയിരിക്കുന്നു. അപമര്യാദ എന്ന് പറയുന്നത് സ്ത്രീയെ കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. അതൊരു നിസ്സാരമായിരിക്കുന്ന ഒരു തെറ്റല്ല. അത് അമ്മയായിക്കൊള്ളട്ടെ, ഭാര്യ ആയിക്കൊള്ളട്ടെ, സഹോദരി ആയിക്കൊള്ളട്ടെ, മകളായിക്കൊള്ളട്ടെ, ആരോടാണെങ്കിലും സ്ത്രീകളെ ഉപദ്രവിക്കപ്പെടുന്നത് ഏറ്റവും നീചനാണ്. ഈ ലോകത്തൊരു നീചനുണ്ടെങ്കിൽ അവൻ അതാണ്. മാതാവിനെയും സഹോദരിയെയും ഭാര്യയെയും മകളെയും ഒക്കെ ഉപദ്രവിക്കുന്നവർ. അവർക്കൊരു വിചാരമുണ്ട്, ഞാൻ ഉൾപ്പെടുന്ന ഈ പുരുഷ സമൂഹത്തിൻ്റെ വിചാരം, അവർ അബലകളാണ്, അവർ ബലമില്ലാത്തവരാണ്, ഞങ്ങൾ എന്ത് ചെയ്താലും അവർ തിരിച്ചു പ്രതികരിക്കത്തില്ലല്ലോ എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല സത്യം. പ്രകൃതിയായിരിക്കുന്ന, പുരുഷന് ശക്തിയായിരിക്കുന്നത് പ്രകൃതിയാണ്. ആ പ്രകൃതി എന്ന് പറയുന്നത് ഭഗവതിയാണ്. അതുകൊണ്ടാണ് എത്ര നാര്യസ്തു പൂജന്തേ രമന്തേ തത്ര ദേവത. എവിടെയൊക്കെയാണോ സ്ത്രീയെ പൂജിക്കപ്പെടേണ്ടത് അവിടെയുള്ളൂ ഈശ്വര ദേവതകൾ ഉണ്ടാകുകയുള്ളൂ. സ്ത്രീയെ ഉപദ്രവിക്കുന്നിടത്തല്ല. സ്ത്രീയെ ഉപദ്രവിച്ച് കിട്ടുന്നതൊന്നും ശാശ്വതമല്ല ഈ ലോകത്ത്. അപ്പൊ സ്ത്രീയോട് പോലും എത്ര വലിയ രാജാവായിരുന്നാൽ പോലും, എത്ര വലിയ ആളായിരുന്നാൽ പോലും, എത്ര ശക്തിമാനോ ധനവാനോ പണ്ഡിതനോ ആരായിക്കൊള്ളട്ടെ, സ്ത്രീയെ ഉപദ്രവിക്കപ്പെട്ടാൽ അവൻ ലോകത്തെ ഏറ്റവും വലിയ നീചനാണ്. ആ നീചത്വമുള്ളവന് നാശമാണ് സംഭവിക്കുന്നത്, മോക്ഷമല്ല, നാശമാണ് സംഭവിക്കപ്പെടുന്നത്. അത് ഭഗവതിയിൽ നിന്നും മനസ്സിലാക്കി കംസന്റെ നെഞ്ചു കത്തി. ഇതിനപ്പുറത്തൊരു ഒരു ഒരു വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അതിനുശേഷം എന്താണ്? ഇനിയും ഇതിൽ നിന്നും താൻ എന്ത് സംഭവിക്കും? ആ ഭഗവതി എവിടെ നിന്നും മറഞ്ഞു പോയി കഴിഞ്ഞപ്പോഴേക്കും ഇനിയും ഇവിടെ സംഭവിക്കപ്പെടാൻ പോകുന്നത്? ആധി ഇങ്ങനെ അങ്ങ് കൂടുകയാണ്. ഉള്ളാലെ ഉണ്ടാകുന്ന ഒരു ആധി കൊണ്ടുണ്ടാകുന്ന ആ സമയത്ത് ഒരു മാനസിക വിഭ്രാന്തിയുള്ള ആളിനെ പോലെ കംസൻ ഇങ്ങനെ അവിടെ നിന്ന് തിരികെ തൻ്റെ അന്തഃപുരത്തിലേക്ക് പോയി. കിടന്നുറങ്ങണോ, കുളിച്ചിട്ട് രാവിലത്തെ കാര്യങ്ങളിലേക്ക് പോകണോ, എന്ത് ചെയ്യണം? സത്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നു. താൻ എന്താണോ ഭയന്നിരിക്കുന്നത് അതിതാ ഇവിടെ സംഭവിച്ചിരിക്കുന്നു. തൻ്റെ അന്തകനായിരിക്കുന്ന ആളിതാ ജനിച്ചിരിക്കുന്നു എന്നിതാ നിസ്സാരമായിട്ടുള്ള ആളല്ല പറഞ്ഞിരിക്കുന്നത്, അതൊരു ഭഗവതി തന്നെയാണ്. ആ ഭഗവതി ദുർഗാ ഭഗവതി, പത്മനാഭ സഹോദരി എന്ന് തന്നെ പറയണം. ആ പത്മനാഭ സഹോദരിയിൽ നിന്ന് ഇത് അറിഞ്ഞിരിക്കുന്നു. ആ മനസ്സിൽ ഉണ്ടാകിയിരിക്കുന്ന ഒരു ആധി. കംസൻ ഇങ്ങനെ ആ അന്തഃപുരത്തിൽ ഇങ്ങനെ മാറി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളറി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ആരും അടുത്തേക്ക് ചെല്ലാൻ പോലും പറ്റുന്നില്ല. കംസന്റെ ഭയം, കംസനിൽ ഉണ്ടാകുന്ന കോപം, ഇതൊക്കെ ആരാണ് അനുഭവിക്കുക? അതുകൊണ്ട് ആരും അടുത്തേക്ക് പോലും ചെല്ലുന്നില്ല. ഇത് തന്നെ ഇല്ലാതാകട്ടെ എന്ന് സംഭവിക്കപ്പെടുമ്പോൾ അങ്ങ് അമ്പാടിയിൽ എന്താണ്? അവിടെ യശോദാദേവിയുടെ അടുക്കൽ കിടക്കുന്ന നമുക്കറിയാം ഇല്ലേ? യശോദാദേവിയുടെ അടുക്കൽ കിടക്കുന്ന ആളിനെ നമുക്കറിയാം. ആരാ? നിസ്സാരക്കാരനല്ല. ഈ ലോകൈകനാഥനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ അല്ലേ? ആ ലോകൈകനാഥനായിരിക്കുന്ന കണ്ണൻ, ആ കണ്ണൻ അവിടെ കിടക്കുകയാണ്. ഈ ലോകത്തുള്ള സകല ഈശ്വരന്മാരും മറ്റവതാരങ്ങളെ പോലെയല്ല കൃഷ്ണന്റെ അവതാരം. നമുക്കറിയല്ലേ കൃഷ്ണന്റെ അവതാരത്തിന് മുമ്പ് എന്തെല്ലാം തയ്യാറെടുപ്പുകളായിരുന്നു ലോകത്തുണ്ടായിരുന്നത്. ഭഗവാൻ പരമേശ്വരനോട് പറഞ്ഞിട്ടുണ്ട് അവിടെ വന്ന് എൻ്റെ കൂടെ വന്ന് അവതരിച്ചോണമെന്ന് ഇല്ലേ? ഭഗവാൻ മഹാദേവനും വന്ന് അവതരിച്ചൊരു ബാലികയായിട്ട്. കാരണം അത്രമാത്രം കൊതിപ്പിക്കുന്ന ആളാണ് ഭഗവാൻ, അത്രമാത്രം വിശേഷതകളുള്ള ആളാണ് ഭഗവാൻ. എല്ലാവരെയും, ലോകത്തുള്ള സകലമായ ആൾക്കാരെയും കൊതിപ്പിക്കുന്ന ഭഗവാൻ. ആ പിഞ്ചോമന കുഞ്ഞെന്ത് ചെയ്തു? യശോദാദേവിയുടെ അടുക്കൽ ഒരു കുഞ്ഞു വാവയായിട്ടല്ലേ, ഒരു കുഞ്ഞു വാവയായിട്ട് അങ്ങോട്ട് കിടന്നിട്ട് ഒരൊറ്റ കരച്ചില്. യശോദാദേവി ഞെട്ടി ഉണർന്നു. ആ യശോദാദേവിയുടെ ആ മുറിയിലൊക്കെ ഉണ്ടായിരുന്ന യശോദാദേവിയുടെ പരിചാരകരായിരിക്കുന്ന ആ സ്ത്രീകളെല്ലാം ഞെട്ടി ഉണർന്ന് ചാടി എഴുന്നേറ്റിട്ട് അവർ ഓടി വന്ന് ഇതാ കുഞ്ഞ് പിറന്നിരിക്കുന്നു. നോക്കിയപ്പോഴെന്താണ്? ഒരു ആൺകുട്ടി. അവർക്കെല്ലാം അതിശയം. കാരണം എന്താണ്? യശോദാദേവിയുടെ മുഖമൊക്കെ കണ്ട് അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു ഇതൊരു പെൺകുട്ടി ആയിരിക്കും ഇല്ലേ, ഇതൊരു പെൺകുട്ടിയുടെ മുഖമാണ് വരുന്നത്.
ആ ഉള്ളിൽ ആ വയറ് ചിലരൊക്കെ വയറ് കണ്ട് വയറ് നോക്കിയിട്ടൊക്കെ പഴയ കാലത്ത് അമ്മൂമാരൊക്കെ പറയും, എൻ്റെ അമ്മൂമ്മയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഇതൊരു പെൺകുട്ടിയാണ് എന്ന് വിശ്വസിച്ചിരുന്നവരുടെ എല്ലാം ഞെട്ടിപ്പോയി. പിന്നെ ആ കണ്ണുകൾ, ആ ഭഗവാന്റെ ആ കണ്ണുകളും ആ മുഖത്തിൻ്റെ ആ പ്രസാദമൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവരും അങ്ങോട്ട് മത്സരിക്കാൻ തുടങ്ങി. എന്താണെന്നറിയോ? ആദ്യം ഈ കുഞ്ഞിനെ അങ്ങോട്ടൊന്നെടുക്കാൻ, കുഞ്ഞ് കിടന്നങ്ങ് കരയുകയാണ്. കരയുക എന്ന് പറയുന്ന ആ നന്ദഗോപരുടെ ഗോകുലമൊക്കെ ഇരുന്ന് കിടന്ന് കിടുകിടാ വിറയ്ക്കും. അത്രമാത്രം ബലമാണല്ലോ. കുഞ്ഞുങ്ങളൊക്കെ കരയാമെങ്കിൽ വീടിരുന്ന് കുലുങ്ങുമെന്ന് നമുക്ക് തോന്നില്ലേ? നമ്മൾ തന്നെ പറയും, കുഞ്ഞുങ്ങൾ കരയുമ്പോൾ വീട് പോലും അങ്ങ് കുലുങ്ങിപ്പോൾ അവൻ്റെ കരച്ചിൽ കേട്ടിട്ടെന്ന് പറയും ഇല്ലേ? അപ്പം അങ്ങനെ അങ്ങോട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് യശോദാദേവി എന്ത് ചെയ്തു? കുഞ്ഞിനെ ഇങ്ങനെ അടുക്കലോട്ട് കിടത്തിയിട്ട് അതിന് കുടിക്കാൻ പാലൊക്കെ കൊടുക്കും, കുഞ്ഞ് കരയാതിരിക്കാൻ. അന്നേരം ഒരു അമ്മ അനുഭവിക്കുന്ന ആ ആത്മനിർവൃതി ഉണ്ടല്ലോ, അത് ലോകത്ത് അതിന് തുല്യമായിരിക്കുന്ന ഒരു സുഖം ജീവിതത്തിൽ ഒന്നും ഉണ്ടാകില്ല. പുരുഷന്മാർക്ക് നിഷിദ്ധമായിട്ട് സ്ത്രീക്ക് കൊടുത്ത, ഈശ്വരന് കൊടുത്ത ഒരു വലിയ അനുഗ്രഹമാണ് ഈ ആത്മനിർവൃതി. ശക്തമായി വേദനിക്കുമ്പോഴും കണ്ണുനീർ വേദന കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും പുഞ്ചിരിക്കുന്നത് എപ്പോഴും ആ സമയത്തും ഉള്ളാലെ സന്തോഷിച്ചിരുന്നു പുഞ്ചിരിക്കുന്നത് ആ പ്രസവവേദന അനുഭവിക്കുമ്പോഴല്ലേ. അതൊക്കെ ഈ ഇപ്പോഴത്തെ ആമക്കൾ വല്ലോ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ എന്തോ? മക്കളും ഉണ്ടാക്കുന്നില്ല, പെൺമക്കളും ഒന്നും മനസ്സിലാക്കുന്നില്ല. കാരണം അമ്മ അനുഭവിച്ച അന്നേരത്തെ വേദന അല്ലേ. അമ്മ അനുഭവിച്ചിട്ട് ആ കുഞ്ഞ് കരയുമ്പോൾ അതിന് പാല് കൊടുക്കുന്ന സമയത്ത് തൻ്റെ ശരീരത്തിലെ ഒരു തുടം രക്തം ഒരു തുള്ളി മുലപ്പാലായിട്ട് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ ആ അമ്മ അനുഭവിക്കുന്ന ഒരു ആത്മനിർവൃതി ഇങ്ങനെ യശോദാദേവിക്ക് ഇങ്ങനെ അനുഭവിക്കും. യശോദാദേവിയുടെ മുഖത്ത് ഇങ്ങനെ ഒരാനന്ദം. അത് കണ്ടുകൊണ്ട് ഗോപികമാര് അവിടെ നിൽക്കുന്ന പരിചാരകരെല്ലാം യശോദാദേവിയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? ഇതൊരു ആൺകുട്ടി പിറന്നിരിക്കുന്നു അല്ലേ. രോഹിണിയുടെ അടുക്കൽ ഒരു മകനുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിട്ടിരിക്കുന്നു ഒരു പുരുഷൻ, ഒരു മകൻ, ഈ ഗോകുലത്തിന് നാഥനായിരിക്കുന്നവൻ. ആ ആളിനെ കാണുമ്പോൾ തന്നെ കണ്ണുകൾക്ക് എന്തോ ഒരു ആനന്ദം ഉണ്ടാക്കുന്നു. ഒരു കണ്ണനായിട്ട് തന്നെ ഒരാള് അല്ലേ, ആനന്ദം ഉളവാക്കുന്ന, മോക്ഷത്തെ നൽകുന്ന മുകുന്ദനായിട്ട്, ഒരു വലിയ ചൈതന്യമുള്ള ആളായിട്ട് ഭഗവാൻ ആ പുത്രജനോത്സവത്തിന് ശേഷം മംഗളത്തിന് ഇരിപ്പിടമായിരിക്കുന്ന ആ നന്ദഗോപൻ എന്ത് ചെയ്തു? അവിടേക്ക് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. കാരണം നന്ദഗോപരൊക്കെ ഈ സംഭവമൊക്കെ അറിഞ്ഞിട്ട് ഇത്രയും വലിയ ഈ വർത്തമാനം പറഞ്ഞ് ആൾക്കാർ വന്ന് നന്ദഗോപർ അടുക്കലേക്ക്, അങ്ങേക്ക് നല്ലൊരു മകൻ ഉണ്ടായിരിക്കുന്നു, എത്രമാത്രം ഒരു സവിശേഷതയാണ് തൻ്റെ ഇത്രയും നല്ല ഒരു വലിയ സന്തോഷകരമായിരിക്കുന്ന വർത്തമാനം തന്നോട് വന്ന് പറഞ്ഞവർക്കൊക്കെ നന്ദഗോപൻ ഇഷ്ടം പോലെ അങ്ങോട്ട് ദാനങ്ങൾ നടത്തി. കാരണം എന്താണ്? എത്ര കൊടുത്താലും മതിയാവാത്ത ഒരു വലിയ വാർത്തയല്ലേ തന്നോട് വന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് എത്രമാത്രമാണ് അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ, അതിന് എത്ര സമ്മാനങ്ങൾ കൊടുത്താലും അതിന് തുല്യമാകില്ല. നന്ദഗോപരുടെ മാനസികാവസ്ഥ അതിനേക്കാൾ ഭയങ്കരം, യശോദാദേവിയുടെ സന്തോഷം അതിനേക്കാൾ അതിഭയങ്കരം, ആ ഗോകുലത്തിൻ്റെ അവസ്ഥയോ അതിനേക്കാൾ എത്രയോ. എന്താണ് അവിടത്തേക്ക് പറയാൻ സാധിക്കുക? മതിമറന്ന് ആൾക്കാർ നിൽക്കുകയാണ്. സന്തോഷവും ആനന്ദവും ഒക്കെ അല്ലേ. സന്തോഷവും ആനന്ദവും രണ്ടാണ്. ആ സന്തോഷത്തോടു കൂടിയും ആനന്ദത്തോടും കൂടിയും ആ ഗോകുലം മുഴുവൻ ഇങ്ങനെ തുള്ളിച്ചാടുകയാണ്. നമ്മൾ പറയില്ലേ, സന്തോഷം കൊണ്ട് നമ്മൾ തുള്ളിച്ചാടുകയാണെന്ന് പറയുന്നത് പോലെ ആ സന്തോഷം കൊണ്ട് ആ ഗോകുലം മുഴുവൻ ആനന്ദത്തോടു കൂടി നിൽക്കുന്നു. അത്രമാത്രം സവിശേഷമായിരിക്കുന്ന അങ്ങ് മധുരയിലാണെങ്കിലോ പിന്നെ കംസൻ ഇങ്ങനെ വിളറി പൂട്ട് നടക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നു. കാരാഗ്രഹത്തിൽ വസുദേവരും ആ ദേവകി ദേവിയും പ്രസവിച്ച കുഞ്ഞിനെ ഒന്നിനെയും കിട്ടിയിട്ടില്ല. ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിത ഉയർന്നു മുകളിലേക്ക് പോയിരിക്കുന്നു. ആ പ്രഭാദേവിയായിരിക്കുന്ന മായാദേവിയായിരിക്കുന്ന ഭഗവതിയായി മാറിപ്പോയിരിക്കുന്നു. അതും ഭാഗ്യം തന്നെ. മഹാവിഷ്ണുവായിരിക്കുന്ന ഭഗവാനെ കുഞ്ഞായിട്ട് പ്രസവിക്കാൻ സാധിച്ചു. ആ പ്രസവവേദന അനുഭവിച്ചു. കുഞ്ഞിനെ ഒന്ന് താലോലിക്കാൻ കിട്ടിയില്ലല്ലോ.
ആ ഒരു വിഷമമുണ്ട്. പക്ഷേ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ സത്യത്തെ മനസ്സിലാക്കുന്ന വസുദേവർക്ക് ഇത് എങ്ങനെ തുറന്നു പറയാൻ കഴിയും ലോകത്തോട്? പക്ഷേ എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ താൻ നടന്നു പോകുമ്പോഴൊക്കെ ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇതൊരു നിസ്സാരമായിരിക്കുന്ന സംഭവമല്ല എന്ന് വസുദേവർക്കും തോന്നുന്നു. അങ്ങനെ ഒരു 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 എന്താണ് പറയുക? നമുക്ക് ആ ഒരു അവസ്ഥയെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ വസുദേവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതുപോലെ തന്നെ ദേവകി ദേവിയുടെ അവസ്ഥയിൽ ഇരുന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അതോടൊപ്പം തന്നെ നന്ദഗോപരുടെയും യശോദാദേവിയുടെ അവസ്ഥയും ഒപ്പം കംസന്റെ അവസ്ഥയും കൂടി നമ്മൾ ആലോചിക്കുന്നത് നമുക്ക് നല്ലതാണ്. കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറിയാൽ ഉണ്ടാകുന്നത് സ്വന്തം പെൺമക്കളെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് ആ അമ്മയെ എടുത്ത് ഉപദ്രവിച്ച ലോകമാണ് നമ്മളുടേത്, അല്ലേ? നമ്മൾ 2 ദിവസം മുമ്പ്, ഇന്നലെയാണെന്ന് തോന്നുന്നു, നമ്മൾ കേട്ടതാണ്. അത്രമാത്രം ദോഷകരമായിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഇത് അത്ര ഭാഗ്യമുള്ള കാര്യമാണ്. ഭഗവതിയായിരിക്കുന്ന, ഭാരതാംബയായിരിക്കുന്ന ഭഗവതി, ഈ ലോകത്തിന് നാഥയായിരിക്കുന്ന പ്രകൃതി എന്ന് പറയുന്ന ഭഗവതി ഇല്ലാതെ ഈ ലോകമില്ല, അമ്മയില്ലാതെ ഞാനില്ല എന്നുള്ള പരമാർത്ഥം മനസ്സിലാക്കിയെങ്കിൽ എൻ്റെ മകളോട് എനിക്ക് ആദരവ് പോലും ഉണ്ടാകണമെന്നാണ്. തനിക്കൊരു മകളുണ്ടായാൽ ആ മകളോട് സ്നേഹവും വാത്സല്യവും ഒപ്പം അവളോട് ആദരവുണ്ടാകണം. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടിയിരിക്കുന്നത് ഒരു സ്ത്രീക്കാണ്. ആ സ്ത്രീ, അവളാണ് നാളെ ഈ ലോകത്തിന് തന്നെ നാഥയായി വരേണ്ടവൾ, ഈ ലോകത്തിന് തന്നെ ശക്തിയായിട്ട് നെടുന്തൂണായി നിൽക്കേണ്ടവൾ, ലോകമാകുന്ന ഭാരത്തെ മുഴുവൻ കൊണ്ടു നടക്കേണ്ടവൾ. ഭാരം കൊണ്ടു നടക്കാൻ സ്ത്രീക്കല്ലാതെ മറ്റൊരാൾക്ക് സാധിക്കില്ല. എത്ര വലിയ ഭാരത്തെയും കൊണ്ടു നടക്കാനുള്ള മാനസികവും ശാരീരികവുമായിരിക്കുന്ന ഒരു കപ്പാസിറ്റി ഉള്ളത് സ്ത്രീക്കാണെന്നുള്ള പരമാർത്ഥത്തെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ ലോകം, ഇനിയുമുള്ള ലോകം, ഇനിയും വരുന്നൊരു തലമുറ തന്നെ അത് മനസ്സിലാക്കട്ടെ. നമ്മുടെ മക്കളും മനസ്സിലാക്കട്ടെ. ആൺകുട്ടി ഉണ്ടാകുമ്പോൾ അവനോട് പറഞ്ഞു കൊടുക്കേണ്ടതും അമ്മയെന്ന ഒരു സ്ത്രീയുടെ പ്രയാസങ്ങൾ അവൻ അറിയണം, തൻ്റെ സഹോദരിയുടെ പ്രയാസങ്ങൾ അവൻ അറിയണം. എങ്കിൽ അവൻ്റെ അടുക്കലേക്ക് വരുന്ന ഭാര്യയ്ക്കും അവൻ്റെ മകൾക്കും ഉണ്ടാകുന്ന ആ സ്ഥാനം അവൻ നല്ല നിലയിൽ കൊടുക്കും. സ്വന്തം അമ്മയാണ് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്. അമ്മ പറഞ്ഞു കൊടുക്കണം മകനോട് എന്ത്? തനിക്കുണ്ടാവുന്ന മകൾ അഥവാ അവൻ്റെ സഹോദരിയുടെ അവസ്ഥ, താൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എത്ര കണ്ടുണ്ട് എന്ന് അമ്മ മകനോട് പറഞ്ഞു കൊടുത്താൽ നാളെ ആ വീട്ടിലേക്ക് കയറി വരുന്ന അവൻ്റെ ഭാര്യയ്ക്കും മകൾക്കും അവൻ നല്ല സ്ഥാനം കൊടുക്കും. അവരെ ആദരിക്കപ്പെടണം. ഭാര്യയായിരുന്നാലും ആദരിക്കപ്പെടണം, മകളായിരുന്നാലും ആദരിക്കപ്പെടണം. ആദരവെന്ന് പറയുന്നത് കാലയെ നമസ്കരിക്കുന്നതൊന്നും ആദരവായിട്ടല്ല കാണേണ്ടത്. അതൊന്നും അല്ല ആദരവ്. നമ്മൾ കൊടുക്കുന്ന ഒരു സ്ഥാനമാണ്, മഹനീയമായിരിക്കുന്ന സ്ഥാനമാണ്. അത് ഓർമ്മിപ്പിക്കുന്ന ഒരവസ്ഥ ഇനി നമ്മുടെ സമൂഹത്തിനുണ്ടാകട്ടെ. നമ്മുടെ മക്കളെല്ലാം നല്ല കുട്ടികളായിട്ട് വളരട്ടെ. സ്ത്രീത്വത്തെ അംഗീകരിക്കുന്ന, സ്ത്രീത്വത്തെ മനസ്സിലാക്കുന്ന, സ്ത്രീത്വത്തെ ബഹുമാനിക്കുന്ന നല്ല കുട്ടികളായിട്ട് വളരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചത് വലിയ സൗഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. ഞാൻ എൻ്റെ അമ്പലത്തിൽ ഇരുന്നാണിത് ഈ പ്രഭാഷണം പറയുന്നത് തന്നെ. എൻ്റെ അമ്പലത്തിൽ മഹാവിഷ്ണുവുണ്ട്, അപ്പുറത്ത് ദുർഗയുണ്ട്. ആറന്മുളയ്ക്കടുത്ത് കൈപ്പുഴ കയന്താങ്ങി എന്ന് പറയുന്ന ക്ഷേത്രത്തിലാണ് ഞാൻ ശാന്തി കഴിക്കുന്നത്. അവിടെ മഹാവിഷ്ണുവുണ്ട്, മഹാവിഷ്ണുവിൻ്റെ തൊട്ടപ്പുറത്ത് ദുർഗാഭഗവതിയുണ്ട്. ഈ 2 പേരും എൻ്റെ അടുക്കലുണ്ട്. എൻ്റെ അപ്പുറവും ഇപ്പുറവും ഇവർ 2 പേരും ഉണ്ട്. അപ്പം എനിക്കതൊരു വലിയ സൗഭാഗ്യമാണ്. ഇതിപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്കും നാളെ ഒരു കാലത്ത് നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ അത് മനസ്സിലാകും. അങ്ങനെ സംഭവിക്കട്ടെ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ, നല്ല ദിവസങ്ങൾ ഉണ്ടാകട്ടെ. എന്നെ ഇതിന് നിയോഗിക്കപ്പെട്ടത് ഒരു വലിയ സൗഭാഗ്യമായി തന്നെ കരുതുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനുമായിട്ട് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.